ഒരിക്കൽ പത്രോസ് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. നീ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ എന്താ ഉപജീവന മാർഗം പോലും വിട്ട് നിന്നെ അനുഗമിക്കുകയാണ്, കഷ്ടവും നിന്നെ അപമാനവും മാത്രമേ ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന നന്മയെ പറ്റി ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, എന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ മക്കളെയോ വിട്ട് കളഞ്ഞാൽ എന്ന് വെച്ചാൽ അവരെ ഉപേക്ഷിക്കണമെന്നില്ല, അവരുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങ് നിങ്ങൾക്ക് ഉപദ്രവത്തോടെ കിട്ടുമ്പോൾ തന്നെ വരുവാനിരിക്കുന്ന രാജ്യത്തിൽ നന്മയും നിങ്ങൾക്ക് അനുഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രം 12ന്റെയും സിംഹാസനത്തിൽ ന്യായം വിധിക്കാനാണ്. നോക്കുവിന്, ഈ അപ്പോസ്തലന്മാര് കഷ്ടമേറ്റ് മരിച്ചു, കർത്താവിനെ അനുധാപനം ചെയ്ത് അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു ഇനി മടങ്ങി വരുമ്പോൾ അവർ ഓരോ അപ്പോസ്തലന്മാരും സിംഹാസനത്തിൽ ഇരുന്ന് യേശുക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് ഭൂമി വാഴും. ഇസ്രായേൽ ഗോത്രത്തിന്റെ ഓരോന്നിനെ അവൻ ന്യായം വിധിക്കും. പ്രിയപ്പെട്ട, അതിനു വേണ്ടിയിട്ടാണ് യൂദായും വിളിച്ചത്. പക്ഷെ യൂദ ദ്രവ്യാഗ്രഹിയായിട്ട് അവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോയി. നോക്കിക്കേ, ഈ സുവിശേഷം നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നത് ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ 1000 വർഷം നിങ്ങൾ രാജാക്കന്മാരായിട്ട് വാഴാനും കൂടിയാണ് ഈ സുവിശേഷം അറിയിക്കുന്നത്. എന്നാൽ 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോഴോ നമ്മൾ സ്വർഗത്തിലേക്ക് നിത്യാനന്ദത്തിലേക്ക് പോകും. ഇത്ര ഉന്നതമായിരിക്കുന്ന പദവിയിലാക്കാണ് നിങ്ങളെ വിളിച്ചത്. പക്ഷെ അതിന്റെ തടസ്സം നിങ്ങളുടെ പാപമാ, നിങ്ങളുടെ മതഭക്തിയാ, നിങ്ങളുടെ പാരമ്പര്യമാ, നിങ്ങളുടെ പൗരോഹിത്യമാ.